ജീവിതം നമുക്കായി കരുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും. അന്നത്തെ ദിവസം അതുപോലെയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് അവളെ കാണുന്നു, അവൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിച്ചു. രാവിലെ എണീറ്റുടനെ പടച്ചവന് സുജൂദം ചെയ്ത് ഉമ്മ പാചകത്തിൻ്റെ തിരക്കിലായിരുന്നു. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയും എടുത്ത് കോളേജിലേക്ക് തിരിച്ചു. കോളേജിൻ്റെ മുന്നിൽ തന്നെ അവളുടെ വരവിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ഞാൻ പ്രതീക്ഷിച്ച പോലെ അവൾ വന്നു. പ്രേമക്കോളു കേറിയേ പെയ്യാതെ ഉള്ളു നീറിയേ മായാ മരുഭൂവിലെ. പിന്നീടുള്ള കുറച്ച് ദിവസം ആരും അറിയാതെ അവളെ പിന്തുടരലാണ് എൻ്റെ പ്രധാന പണി. കാലങ്ങൾ നീ വരുവാൻ വെറുതെ പിടഞ്ഞു ഞാൻ. സ്വയലൊലിതേ നിന്നെ നെഞ്ചിൽ കാത്ത് ഞാൻ. സ്വയലൊലിതേ നിന്നെ നെഞ്ചിൽ കാത്ത് ഞാൻ. ദിവസങ്ങൾ കടന്നുപോയി. ഞാൻ അവളെ പിന്തുടരുന്നതും അവളെ നോക്കുന്നതും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസർ അബു സാർ. ഒരു ദിവസം സാർ എന്നെ പൊക്കി. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പം മറ്റു വഴിയൊന്നുമില്ലാതെ ഞാൻ സംഭവിച്ചതെല്ലാം സാറിനോട് പറഞ്ഞു. എല്ലാം കേട്ട ശേഷം എന്നെ ഹെൽപ്പ് ചെയ്യാൻ സാറും സമ്മതിച്ചു. അതിന് സാറ് തന്നെയാണ് പ്ലാൻ റെഡിയാക്കി തന്നത്. പ്ലാൻ നമ്പർ 1, അവളുടെ വണ്ടിയുടെ താക്കോലെടുത്ത് ഒളിപ്പിച്ച് വെച്ച് മറിയം താക്കോൽ അന്വേഷിക്കുന്ന സമയത്ത് താക്കോൽ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് പോലെ കൊണ്ടുപോയി കൊടുത്ത് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുക. ഇതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ പ്ലാൻ. ഞങ്ങളുടെ പ്ലാൻ വിജയിച്ചു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല. അവളൊരു താങ്ക്സും പറഞ്ഞ് മിണ്ടാതെ പോയി. പ്ലാൻ നമ്പർ 2, സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നെയും മറിയത്തിനെയും ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി HODനെ കണ്ടിട്ട് വരാൻ പറയുക. ഇതായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ പ്ലാൻ. അങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്നെയും മറിയത്തിനും വിളിച്ചിട്ട് പറഞ്ഞു, പോയി HODനെ കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങി HODയുടെ റൂമിലോട്ട് നടക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ HOD ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ രണ്ടാമത്തെ പ്ലാനും ഫ്ലോപ്പായി. പ്ലാൻ നമ്പർ 3, അടുത്ത ദിവസം ലഞ്ച് ബ്രേക്കിന് അവൾ കഴിക്കാൻ പോകുന്ന സമയത്ത് അവളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ അടുത്ത ദിവസം എപ്പോഴത്തെയും പോലെ പടച്ചവന് സുജൂദം ചെയ്ത് ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ കോളേജിലേക്ക് തിരിച്ചു.
പക്ഷേ പടച്ചവൻ എന്താണ് നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ലല്ലോ. ഞാൻ കോളേജിലോട്ട് പോകുന്ന വഴിയിൽ എൻ്റെ ബൈക്ക് കംപ്ലൈൻ്റായി. ഞാൻ ബൈക്ക് സൈഡ് ഒതുക്കി അത് നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചിലതവിടെ സംഭവിക്കുന്നത്. ആദമെന്ന് വിളിച്ച് അവൾ എൻ്റെ നേരെ നടന്നു വരുന്നു. പുഴയോളം മുഞ്ച് അഹയാ പുള്ളണ നെഞ്ച് പറയാനിന്നൊരു കഥയുണ്ടിവിടെ പണ്ടൊരു മുഞ്ചത്ത് അമ്പിളി പോൽ ചേല് വെട്ടി വെളുക്കണ മേല് ചിരി തീരെ ചങ്കു തുളക്കണ ഫാത്തിമ സുഹറാവേ. അവൾ എന്തൊക്കെയോ എന്നോട് സംസാരിക്കുന്നുണ്ട്. സംഭവിക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. അവൾ പറഞ്ഞതിന് ഒരു യന്ത്രം പോലെ തലയാട്ടി അവളുടെ കൂടെ ഞാൻ നടന്നു. പിന്നീട് സംഭവിച്ചതെല്ലാം ഒരു മാജിക് ആയിരുന്നു. നീ വരും നാളിനായി ഞാൻ പിടച്ചതല്ലേ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കോളേജിന് മുന്നിൽ അബുസാറിൽ എന്നെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ അബുസാർ വിശ്വാസം വരാതെ ഞങ്ങൾ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു. സംഭവിച്ചതെല്ലാം സാറിനോട് പറയാൻ വേണ്ടി സാറിനെ അന്വേഷിച്ച് നടക്കുമ്പോഴായിരുന്നു എൻ്റെ മനസ്സിൽ കുറേ ചോദ്യങ്ങൾ രൂപപ്പെട്ടത്. സാർ എന്തിനാണ് എന്നെ സഹായിക്കാൻ തീരുമാനിച്ചത്? സാർ എന്തുകൊണ്ടാണ് കല്യാണം കഴിക്കാത്തത്? എന്താണ് സാറിൻ്റെ മനസ്സിൽ?